നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും പങ്കെടുക്കുന്നു അല്ലേ? ഗംഭീരാണ്. ബോണത്താല നമ്മൾ എല്ലാ വർഷവും പുതുമകളോടുകൂടി അവതരിപ്പിക്കുകയാണ്. ഈ വർഷം നമ്മൾ 10ാമത്തെ വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. വലിയ ആഘോഷത്തിന് ഇപ്പോൾ ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഈ രാത്രിയാകുമ്പോഴാണ് ഇതിന്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക. തൃശ്ശൂരിന്റെ വലിയൊരു ഉത്സവമായി ബോണത്താല മാറി. ഇത്തവണ കുറെ ആളുകൾ പുറത്തുനിന്നൊക്കെ ഉണ്ടല്ലോ, അതായത് മലപ്പുറം, പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അത് പൂരം പോലെ ജനങ്ങള് ഈ ബോണത്തോല കാണാൻ ആകർഷിക്കപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. 2013 അത് ആരംഭിച്ചത്. ഗിന്നസ് ബുക്കിൽ പേര് വന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ നഗരത്തിൽ നടക്കുന്ന ബോണത്താലിയാണ്. അത് ഏറ്റവും സമ്പുഷ്ടമായ രീതിയിൽ എല്ലാ വർഷവും നടന്നു വരികയാണ്. വലിയ ജനകീയ പിന്തുണയോടു കൂടിയാണ് ഇത് നടന്നു വരുന്നത്. എല്ലാ അർത്ഥത്തിലും ധന്യമായി വിജയിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ്. അതായത് എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്നു. എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു ആഘോഷം. ചേച്ചി എവിടെന്നാ വരുന്നത്? ഞങ്ങൾ പുനർജീവൻ നേരത്തെ കഴിഞ്ഞവരൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എന്റെ ഭാര്യ, കിടാവ്, എല്ലാവരും ഫാമിലിയായിട്ട് ഞങ്ങള് മൊത്തം പുനർജീവൻ. ഞങ്ങളുടെ അപ്പനാണത്. പുനർജീവൻ ഞങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരെയൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കുറെ മക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇതുപോലെ വീൽ ചെയർമ പോകാനായിട്ട് ഭയങ്കര ഇതാണ് ഞങ്ങളുടെ അപ്പൻ, ബ്രദറ്. തീർച്ചയായും നമ്മളുടെ എല്ലാ തവണയും ഇവർ വരാറുണ്ടെന്ന് തോന്നുന്നു. 10 വർഷം മുടക്കം കൂടാതെ ഇവർ വന്നിട്ടുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് സമൂഹത്തിൻ്റെ കൂടെ ആവാം എന്നുള്ളത്. അപ്പോൾ ഇവരുടെ അംഗവൈകല്യത്തെക്കാളും ഉണർവാണ് ആരോഗ്യമുള്ളവരുടെ മുമ്പിൽ. ഇവിടെയൊക്കെ വരുമ്പോൾ ഇവരുടെ ഒരു വന്നു പോകുമ്പോൾ ഇവർക്ക് ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം, അത് നേരിട്ട് കാണുന്ന ഒരാളാണ്. അത് എത്രത്തോളം ഉണ്ടാവും? എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉത്സാഹമാണ് ഇത് കഴിഞ്ഞു പോയാൽ. ഇതിൻ്റെ തുടക്കം തൊട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളൊരു പ്രൊമോഷൻ ഇവർക്ക് കിട്ടിയത്. ഇതിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്നു, വേളാങ്കണ്ണിക്ക് പോകുന്നു. ഈ വക സഞ്ചാരങ്ങളൊക്കെ തുടങ്ങിയത് ഈ ബോണത്താലയിലൂടെയാണ്. ഈ ബോണത്താലയ്ക്ക് 10ാം വാർഷികമായിട്ട് പുനർജീവൻ്റെ മക്കൾ 47 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. ഈ 47 സെൻറ്റ് സ്ഥലവും ഈ ബോണത്താലയുടെ കരുണയുടെ ദിനത്തിൽ, പിതാക്കന്മാരുടെ ജന്മദിനത്തിൽ പാവപ്പെട്ടവർക്ക് പണിയാനായിട്ട് ഞാനും മക്കളും കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കാണുകയുണ്ടായി. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കുക, കയ്യിൽ വെച്ചിരിക്കുകയല്ല. തീർച്ചയായും അതായത് നമ്മുടെ ഒരു ആഘോഷങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് കൈത്താങ്ങാവുക കൂടി ചെയ്യുകയാണ്. അതാണ് ബോണത്താലയുടെ ഒരു സന്ദേശം തന്നെയായി എല്ലാവരും കാണിക്കുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ വീൽ ചെയറിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ സ്കേറ്റിംഗ് ബോർഡിൽ കുറച്ച് ആളുകളുണ്ട്. അതിനോടൊപ്പം തന്നെ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, അങ്ങനെ എല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ തരത്തിലുള്ള ഒരു ക്രിസ്മസിന്റെ ഒരു ആഘോഷം, അതിന്റെ ഒരു പരിസമാപ്തി എന്നോണം തന്നെയാണ്. വിസ്മയങ്ങൾ വിതറിക്കൊണ്ടുള്ള ഒരു പ്രത്യേക വൈബാണ്. കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് ആഘോഷത്തിലാണ്. തൃശ്ശൂരിലെ തനത് രൂപങ്ങളും കലകളും ഒക്കെ തന്നെ സമന്വയിപ്പിക്കുന്ന തരത്തിൽ നേരത്തെ ലിഷോയി പറഞ്ഞതുപോലെ മതേതര ഛായയുള്ള ഒരു പരിപാടിയായി ഈ കളർഫുള്ളായി തന്നെ ബോണത്താലെ, അതായത് മെറി ക്രിസ്മസ് എന്ന ഇറ്റാലിയൻ അല്ലെങ്കിൽ ആ ഒരു സന്ദേശമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെയാണ് കുട്ടികളോടൊക്കെ അവർ എത്രത്തോളം ആഘോഷത്തിലാണ്? അവർക്ക് പാട്ടൊക്കെ നേരത്തെ പാടുന്ന ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പാട്ടൊക്കെ വേണമെങ്കിൽ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ ലിഷോയി. തീർച്ചയായും ബോണത്താല കാണാൻ കരോൾ പാട്ടൊക്കെ അറിയോ? പാട്ടറിയോ? ഒന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആരെങ്കിലുമൊക്കെ മോളെ പാട്ടൊക്കെ പാടുമോ? ഇല്ല. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഏറ്റവും നന്നായി കരോൾ പാട്ടൊക്കെ പാടുക? ആരാ? അതെ, അവർക്കൊരു ചെറിയൊരു വിമുഖതയുണ്ട് പ്രജീഷ്. എന്തായാലും നമുക്ക് നോക്കാം. ആരെങ്കിലൊക്കെ വരും അടുത്ത സമയങ്ങളിലൊക്കെ തന്നെ. എന്തായാലും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആദാ ഒരു ചേട്ടൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നൊരു ധനപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഉണരും രാവിൽ.
താരക താരകളായെന്ന് കൊൽകും യജ്ഞം കൊൽകും തോകിയ. അടിപൊളി. ചേട്ടൻ്റെ പേരെന്താ? കമറുദ്ദീൻ. കമറുദ്ദീൻ ചേട്ടൻ നല്ല അടിപൊളി ഒരു പാട്ടാണ് പാടിത്തന്നത്. എന്തായാലും ഈ ഒരു സിറ്റുവേഷന് ചേർന്ന, അല്ലെങ്കിൽ ഈ ഒരു ബോണത്താലെ ആഘോഷത്തിന് ചേർന്ന ഒരു പാട്ട് തന്നെയാണ് അദ്ദേഹം പാടിത്തന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവരും തന്നെ ആ ഒരു ആഘോഷത്തിൻ്റെ ഇതിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ബോണത്താലെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തൃശ്ശൂരിൽ എല്ലായിടത്തും ഈ ഒരു പാപ്പാമാരുടെ ഒരു താളത്തിനൊത്തുള്ള ചുവടുവെപ്പും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലിഷോയ്, എല്ലാത്തവണ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഫ്ലോട്ടുകളും സഞ്ചരിക്കുന്ന ക്രിസ്മസ് കൂടൊക്കെ കാണാറുണ്ട്. ഇത്തവണയും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമൊക്കെ ഉണ്ടോ? തീർച്ചയായും ഇത്തവണയും പ്ലോട്ടുകളും എല്ലാം തന്നെ ഉണ്ട്. അതൊക്കെ തന്നെ ഇവിടെ നിന്ന് ഈ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്വരാജ് റൗണ്ടിലേക്കാണ് കടക്കുക. ഇതിപ്പോൾ സെൻറ് തോമസ് കോളേജിലാണ് ഈ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകൾ, ഔദ്യോഗികമായുള്ള ചടങ്ങുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫ്ലാഗ് ഓഫ് ആണ്. ആ ഫ്ലാഗ് ഓഫ് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും കൂടി സ്വരാജ് റൗണ്ടിലേക്കാണ് എത്തുക. ഇവിടെ നിന്ന് ഏകദേശം 50 മീറ്റർ താഴെയുള്ള സ്വരാജ് റൗണ്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിന്നീട് എല്ലാവരും ഒത്തുചേർന്ന് ഇത്തരത്തിൽ ഈ ഒരു കൃത്യമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്ലോട്ടുകളും അതുപോലെ തന്നെ ഈ പ്രച്ഛന്ന വേഷവും എല്ലാം അണിനിരന്നുകൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടി തന്നെയാണ് ഉണ്ടാവുക. വിഷു 2013 ആദ്യമായിട്ടൊക്കെ ഈ പരിപാടി തൃശ്ശൂരിൻ്റെ മണ്ണിൽ അവതരിപ്പിക്കുമ്പോൾ അന്ന് 5000-ഓളം സാന്റകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ 10 മടങ്ങ്, അതിൻ്റെ ഇരട്ടിയോളം സാന്റകൾ ഇങ്ങനെ ആഘോഷത്തോടുകൂടി വലിയ ആരവത്തോടു കൂടിയാണ് നഗരം കീഴടക്കാൻ ഇറങ്ങുന്നത്. നമുക്കറിയാം, പുലികളിക്കൊക്കെ സ്വരാജ് റൗണ്ട് പുലികളാണ് കീഴടക്കുന്നത്. ഇന്നിപ്പോൾ സാന്റകൾ വളരെ സന്തോഷത്തോടുകൂടി, അത് പല രൂപത്തിലുള്ള പല വർണ്ണ വിസ്മയങ്ങൾ തീർത്തുള്ള സാന്റകൾ, അതൊക്കെ എത്രത്തോളം മനോഹരമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങൾ, അതിനോടൊപ്പം തന്നെ എല്ലാ ആഘോഷങ്ങളും തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആഘോഷം തന്നെയാണ്. കാരണം ഓണത്തിനായാൽ പുലിക്കളി, അതുപോലെ ഈ ക്രിസ്മസിന് ഇപ്പോൾ ഈ തരത്തിൽ ബോണത്താലെ, അങ്ങനെയുള്ള ഓരോ ആഘോഷങ്ങൾ, അതിലെല്ലാം തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ്. അതായത് ഇപ്പോൾ 10,000 ക്രിസ്മസ് പാപ്പന്മാരാണ് ഇവിടെ അണിനിരക്കുന്നതെങ്കിൽ അതിൽ അവരുടെ എല്ലാം കൂടെ വന്നിരിക്കുന്നവരും ഇത് കാണാൻ വന്നിരിക്കുന്നതെല്ലാം കൂട്ടിയാൽ അതിൻ്റെ എത്രയോ മടങ്ങ് ആളുകളുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എല്ലാം ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് അത് യാതൊരു തരത്തിലുള്ള വേർതിരിവുമില്ല എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഇതിൽ കോൺഗ്രസിൻ്റെ MP TM പ്രതാപനുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മുടെ LDFൻ്റെ മേയറുണ്ട്, അതുപോലെ തന്നെ MLA ഉണ്ട്, എല്ലാവരും തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വിവിധ മതവിഭാഗത്തിലുള്ളവരും ജാതിയും അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് കുട്ടന്മാരാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അങ്ങനെ നിരവധിയായ ആളുകൾ എല്ലാ പ്രത്യേകതകളും മറന്നുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ വേർതിരിവുകളും ഇല്ലാതെ ഇവിടെ ഒന്നിച്ച് ഒരു ആഘോഷത്തിന് കീഴിൽ അണിനിരക്കുകയാണ്. എന്തായാലും ഇത്തവണയും എല്ലാ വർഷത്തെയും പോലെ തന്നെ വളരെ വർണ്ണാഭമായ ചടങ്ങുകൾ തന്നെയായിരിക്കും, ആഘോഷം തന്നെയായിരിക്കും ബോണത്താലയിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, ലിഷോയാണ് തൃശ്ശൂരിൽ നിന്നും വർണ്ണക്കാഴ്ചയുടെ നേരനുഭവം അറിയിച്ചത്. അങ്ങനെ ബോണത്താലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങുന്നതിൻ്റെ കാഴ്ചകളാണ്. 10,000-ലധികം സാന്റമാർ നഗരം കീഴടക്കി വർണ്ണവിസ്മയം തീർത്ത് ആഘോഷത്തേരിലേക്ക് പോകുന്നതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.